समीक्षकारी विषयेष्वसक्त दाता सम सत्यपर क्षमावानाप्तो बसेवी च भवत्यरोग ചെവിയുടെ കർമ്മത്തിൽ പ്രധാനമായും നമുക്കെല്ലാം അറിയാവുന്ന ശ്രാവണം എന്ന കർമ്മത്തിന് പുറമെ സന്തുലനം, അതായത് ശരീരത്തിൻ്റെ സ്ഥാനം ബാഹ്യാന്തരീക്ഷത്തിൽ നിലനിർത്തുക എന്നൊരു കർമ്മം അതുപോലെ ബധിരത താൽക്കാലികമായും സ്ഥിരമായും വരാൻ സാധ്യതയുണ്ട്. ബധിരത താൽക്കാലികമായി വരുന്നത് കർണകുതകം മുതലായ അസുഖങ്ങളിൽ ചെപ്പി, അതായത് ചെവിക്കായം തിങ്ങി നിറഞ്ഞ് ബധിരത സാധാരണ താൽക്കാലികമായി ഉണ്ടാകാറുണ്ട്. അത് വല്ല നൽപ്പാമരത്തൊലി കഷായമോ അല്ലെങ്കിൽ കൊന്നത്തൊലി കഷായം മുതലായ കഷായങ്ങൾ കൊണ്ട് ചെവി കഴുകി വൃത്തിയാക്കി ഡോക്ടറുടെ സാന്നിധ്യത്തിൽ വൃത്തിയാക്കുകയാണെങ്കിൽ ബധിരത താൽക്കാലത്തേക്ക് ശമിക്കുന്നതാണ്. വജാല ശൂനാദി തൈലം, ക്ഷാരതൈലം മുതലായവ അഭ്യംഗം ചെയ്യുന്നതുകൊണ്ടും, അതായത് മുറുതിലും കർണത്തിലൊക്കെ പുരട്ടുന്നത് കൊണ്ടും, അതുപോലെ തന്നെ കൊന്നത്തൊലി കഷായം, നാൽപ്പാമരത്തൊലി കഷായം മുതലായവ കൊണ്ട് കഴുകുന്നതും, അതുപോലെ പത്യാക്ഷതാത്ര്യാദി കഷായം, ഗുൽഗുലു തിക്തം കഷായം, ഗുൽഗുലു തിക്തഘൃതം, ഗുൽഗുലു പഞ്ചബല ചൂർണം എന്നീ ഔഷധങ്ങൾ ഉള്ളിലേക്ക് ഡോക്ടർ അവസ്ഥാനുസരണേന വൈദ്യനിർദ്ദേശപ്രകാരം കഴിക്കുന്നതും വളരെ നല്ലതാണ്. അതിവിശിഷ്ടമായ ഒരു പൂജാദ്രവ്യമാണ് ചെങ്ങഴി നീർപ്പൂക്കൾ. കേരളീയ താന്ത്രിക പാരമ്പര്യമനുസരിച്ച് ക്ഷേത്രങ്ങളിൽ വിഗ്രഹപ്രതിഷ്ഠാ സമയത്തും നവീകരണ കലശ വേളകളിലും ചെങ്ങഴി നീർപ്പൂക്കൾ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഈ ചെടിയുടെ പ്രഗന്ധങ്ങളും കിഴങ്ങുമാണ് ഔഷധാവശ്യത്തിന് ഉപയോഗിക്കുന്നത്. മുറിവ്, ചതവ്, വീക്കം എന്നിവയ്ക്ക് കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് ലേപമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. രക്തം ശുദ്ധീകരിക്കുന്നതിനും പഴുപ്പുള്ള വ്രണങ്ങൾ വേഗം ഉണക്കുന്നതിനും കിഴങ്ങ് കഷായം വെച്ച് കഴിക്കുന്നത് ഫലപ്രദമാണ്.
തൊലിക്ക് നിറം നൽകുന്നതിനും ചുട്ടുപുകച്ചിൽ, ഉറക്കക്കുറവ്, ചില മാനസിക അസ്വാസ്ഥ്യങ്ങൾ എന്നിവ സുഖപ്പെടുത്തുന്നതിനും ഈ ഔഷധിക്ക് കഴിവുണ്ട്. ഒരു സുഗന്ധ വസ്തുവായി സുഗന്ധ ലേപനങ്ങളിലും ചൂർണങ്ങളിലും ഈ ചെടി ഉപയോഗിക്കപ്പെട്ടു വരുന്നു. ഇഞ്ചി വർഗത്തിൽപ്പെടുന്ന കെംഫീറിയ റൊട്ടണ്ട എന്ന ശാസ്ത്രനാമമുള്ള ചെങ്ങഴിനീർക്കിഴങ്ങിന് ഹല്ലകം എന്ന സംസ്കൃതം പേരാണ് സാധാരണ ഉപയോഗിച്ച് കാണുന്നത്. നനവാർന്ന നിത്യഹരിത വനങ്ങളിലാണ് ചെങ്ങഴിനീർ ചെടി കണ്ടുവരുന്നത്. മുൻകാലങ്ങളിൽ സർവ്വസാധാരണമായിരുന്ന ഈ ചെടി ഇപ്പോൾ ഔഷധത്തോട്ടങ്ങളിലും മറ്റ് കൃഷിസ്ഥലങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഏതാണ്ട് 2 അടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു ബഹുവർഷി സസ്യമാണിത്. മണ്ണിനടിയിൽ വളരുന്ന പ്രഗന്ധത്തിൽ നിന്ന് അഗ്രഭാഗം അണ്ഡാകൃതിയിലുള്ള കിഴങ്ങുകളായി രൂപാന്തരം പ്രാപിച്ച അനേകം വേരുകൾ ഉണ്ടാകുന്നു. പ്രഗന്ധങ്ങൾക്കും കിഴങ്ങുകൾക്കും രൂക്ഷഗന്ധമാണ്. നീണ്ട ഇലകളുടെ മധ്യഭാഗത്തിന് കടും പച്ചനിറവും അരികകൾക്ക് ഇളം പച്ചനിറവുമാണ്. ഇലകളുടെ അടിഭാഗം ഇളം വയലറ്റ് നിറത്തിൽ വെളുത്ത രോമങ്ങൾ നിറഞ്ഞതായിരിക്കും. ഇലയും പൂവും ഒരുമിച്ച് കാണാറില്ല. വേനൽ ചൂട് വർദ്ധിക്കുന്നതോടെ ഇലകൾ കൊഴിയുന്നു. ഇടമഴ കഴിഞ്ഞാൽ മണ്ണിനടിയിൽ നശിക്കാതെ കിടക്കുന്ന കാണ്ഡത്തിൽ നിന്ന് പൂങ്കുല ഉണ്ടാകുന്നു. വെള്ളയും പാടലവർണ്ണവും ചേർന്നുള്ള സുഗന്ധമുള്ള പൂക്കൾ സൂര്യോദയത്തോടെ വിടരുകയും മധ്യാഹ്നത്തോടെ കൂമ്പുകയും ചെയ്യുന്നു. ഭാഗികമായി തണലുള്ള പ്രദേശങ്ങളിൽ നല്ല നീർവാർച്ചയുള്ളതും ജൈവ വളാംശമുള്ളതുമായിട്ടുള്ള മണ്ണിൽ ചെങ്ങഴി തഴച്ചു വളരുന്നു. ഇഞ്ചി കൃഷി ചെയ്യുന്നത് പോലെയാണ് ചെങ്ങഴിയും കൃഷി ചെയ്യുന്നത്. ഭൂകാണ്ഡമാണ് വംശവർദ്ധനവിന് ഉപയോഗിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഇലകളും വെളുത്ത സൗരഭ്യമുള്ള പൂക്കളുമുള്ള ഈ ചെടി ഉദ്യാനങ്ങളിലും ചട്ടികളിലും വളർത്താവുന്നതാണ്.